മർക്കോസ് സുവിശേഷത്തിൽ 11-ാം അധ്യായം 23 വചനം. മർക്കോസ് 11:23. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. ഹല്ലേലൂയ. അവസാനം നമ്മളിവിടെ ഈ ശുശ്രൂഷ വിളിച്ചു കൂട്ടിയത് ഈ ജില്ലയുടെ ഒരു വലിയ പ്രശ്നത്തിൻ്റെ പരിഹാരം തേടിക്കൊണ്ടാണ്. അത് നേര്യമംഗലം മുതൽ അടിമാലിക്കപ്പുറം ഉള്ള സ്ഥലം വരെയുള്ള കുറേ ദൂരം വനഭൂമിയിൽപ്പെട്ടതായതുകൊണ്ട് അതിൽ റോഡ് വെട്ടാൻ പാടില്ല എന്ന് ഒരു സ്റ്റേ ഹൈക്കോടതിയിൽ ഒരു വ്യക്തി വാങ്ങിച്ചു. നേരത്തെ ഫോറസ്റ്റുകാർ കേസ് പോയതാണ്, ഇത് ഫോറസ്റ്റ് ലാൻഡാണ്. കോടതി അത് തള്ളിക്കളഞ്ഞു. അത് പല കാലങ്ങൾ മുമ്പ് തന്നെ കേരളം ഭരിച്ചിരുന്ന രാജാവ് ആ റോഡിന് അനുമതി കൊടുത്തിട്ടുള്ളതാണെന്നും നല്ല സ്ഥലം മാറ്റിയിട്ടതാണെന്നൊക്കെയുള്ള തെളിവുകൾ സമർപ്പിച്ചിട്ടായിരുന്നു കോടതി അനുവദിച്ചതും റോഡ് പണി ഇത്രയും നടന്നതും. പക്ഷേ സ്വാർത്ഥ താല്പര്യമുള്ള ആളുകൾ, അവരുടെ സ്വാർത്ഥ താല്പര്യമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസിന് കാരണമായിട്ട് മാറി കോടതി അത് പണി നിർത്തിവെച്ചു എന്നുള്ളതാണ്. പണി നിർത്തിപ്പിച്ചു, സ്റ്റേ ചെയ്യിപ്പിച്ചു. വാസ്തവത്തിൽ മനുഷ്യന് ആവശ്യമുള്ള, മനുഷ്യന് ഉപകാരപ്രദമായ ഒരു കാര്യത്തെ നിയമം കൊണ്ട് തടസ്സപ്പെടുത്തുന്നത് എന്ത് ന്യായമാണുള്ളത്? ഇത്രയേറെ ജനങ്ങൾ യാത്ര ചെയ്യുന്ന ഈ ദേശത്ത് മരം മുറിച്ചു, പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തു. ഇവിടെ എന്തെല്ലാം മരങ്ങൾ മുറിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ കേരളം വിട്ട് പുറത്തു പോയി വടക്കനെ ചെന്ന് കഴിഞ്ഞാൽ എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ വനഭൂമിയിലൂടെയാണ് റോഡുകൾ പണിതിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലൊരു വികസനം വന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി, എൻ്റെ ഒരു 5 വയസ്സിലെ കാലം മുതൽ എൻ്റെ അപ്പൻ്റെ കൂടി പിതാവിൻ്റെ കൂടി ഞാൻ വരുമായിരുന്നു. ഈ അടിമാലി ഈ റോഡിലൂടെയൊക്കെ വരുമായിരുന്നു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ. കാരണം അദ്ദേഹത്തിന് ഈ അടിമാലിക്ക് അപ്പുറത്ത് ചിന്നാർന്ന പ്രദേശത്ത് അന്ന് കൂപ്പ് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ മരങ്ങൾ മുറിച്ച് ഗവൺമെൻറ്റിൻ്റെ ഡിപ്പോകളിൽ സപ്ലൈ ചെയ്യുന്ന അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞു വയസ്സിൽ അദ്ദേഹം ഇവിടെ വരുമ്പോൾ, വണ്ടിയായിട്ട് വരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും വരുമായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു വരാനായിട്ട്. കാട്ടിലൊക്കെ ഒരു ആനയുള്ള സമയമാണ് ഇവിടെ ഈ ഇതാണ് ചിന്നാർ കൂപ്പം എന്നാണ് അത് പറയുന്നത്. അപ്പോൾ അന്നു മുതൽ ഈ വഴി അറിയാം, ഈ നേര്യമംഗലം മുതലുള്ള വഴി അറിയാം. പക്ഷെ ഇപ്പോൾ ആ റോഡിൻ്റെ ഒരു വീതി കൂട്ടി എടുക്കുക എന്നുള്ള എത്രയോ ഒരു ആവശ്യം, എന്തുമാത്രം ഇത്രയും കാലം കഴിഞ്ഞ് എത്രമാത്രം വണ്ടികളാണ്. ഇന്ന് ഇവിടെ ശുശ്രൂഷയ്ക്ക് വരാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടതാണ്. ഒരു 1.5 മണിക്കൂർ വഴി കിടക്കേണ്ടി വന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു, ഒറ്റ വണ്ടി മൂവ് ചെയ്യില്ല. കാരണം ഇന്ന് ഇത്രമാത്രം വാഹനങ്ങൾ പെരുകി. ഈ ഇടുക്കിയിലേക്ക് മൂന്നാറിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം അത്രമാത്രം പെരുകി. അതിനനുസരിച്ചുള്ള വികസനം നാട്ടിൽ സംഭവിക്കുന്നില്ല. റോഡുകൾക്ക് വീതി കൂട്ടണം, നല്ല റോഡുകൾ ഉണ്ടാകണം. ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്നപ്പോഴേക്കും ഒരു ബസ് മുഴുവൻ ട്രാഫിക് ബ്ലോക്കാണ്. ഒരു വിധത്തിൽ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് വരുമ്പോഴുണ്ട് ഒരു വളവിൽ ഒരു ബസ് കിടക്കുകയാണ്. അവർക്ക് പോകാൻ പറ്റുന്നില്ല, മുമ്പിലുള്ള വണ്ടികളാണ്. ഞാൻ എടുക്കുന്ന വണ്ടി എടുക്കാൻ പറ്റില്ല, കാരണം വലിയ കുഴിയാണ്. ആ കുഴി ടയറി ചാടി കഴിഞ്ഞാൽ ഒരു ലക്ഷം വണ്ടി റോഡിൽ നിന്ന് പോകാം അവസ്ഥയിലാണ്. അവിടെ നിന്ന് ആൾക്കാർ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് കൈകൊണ്ട് കാണിച്ചു തരുന്നുണ്ട് കുറേശ്ശെ എടുക്കാൻ. വാസ്തവത്തിൽ എത്രയോ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്നൊക്കെ ആ വണ്ടി അതിനകത്തുനിന്ന് കടത്തിക്കൊണ്ട് വരിക. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട് ഇത്രമാത്രം വർഷങ്ങൾ കടന്നുപോയിട്ടും ഇത്രയേറെ വാഹനങ്ങൾ ഓടുന്ന റോഡുകൾ, അതിന് വീതി കൂട്ടി പണിയുക എന്നുള്ളൊരു നയം പോലും എടുക്കാൻ ആരെക്കൊണ്ടും പറ്റുന്നില്ല. ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് തൊട്ടടുത്താണ് ഇൻഫോ പാർക്ക്. ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന എറണാകുളം ടൗണിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന റോഡ് 2 വണ്ടി പോലെ വീതിയില്ല. ഈ ഇൻഫോ പാർക്ക് എന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്, വലിയൊരു പാർക്കാണ്, വലിയൊരു മേഖലയാണത്. 10,000-കണക്കിന് ആൾക്കാരോട് ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരും സ്വന്തം വണ്ടിയുള്ളവരാണ്. ഈ വണ്ടിയായിട്ട് ആൾക്കാരെല്ലാവരും, എനിക്കൊന്ന് എറണാകുളം സിറ്റിയിലുള്ളതിനേക്കാളും ട്രാഫിക് അവിടെയാണ്. ഇത്രയും കാലമായിട്ട് ആ റോഡൊന്ന് വീതി കൂട്ടാൻ ആരുമില്ല. മനുഷ്യന് ദുരിതപ്പെടുകയാണ് വാസ്തവത്തിൽ.
എന്താ നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്? മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇപ്പം ഈ ഇൻഫോ പാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഗവൺമെൻറ് അവരറിയണമായിരുന്നു ഇത്രയേറെ വാഹനങ്ങൾ വരുമെന്നും അതിനാവശ്യമുള്ള റോഡും വികസനം ഉണ്ടാകണമെന്നും. പക്ഷേ പലരുടെയും സ്വാർത്ഥ താല്പര്യമാണ്, പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്വാർത്ഥ താല്പര്യമാണ്. അവിടെ പണിത് കഴിഞ്ഞാൽ അവരുടെ വീട് പോകും, സ്ഥലം പോകും, അവിടെ പണിയണ്ട. അപ്പം ഇങ്ങനെയുള്ള സ്വാർത്ഥത, മനുഷ്യരുടെ സമൂഹത്തിൻ്റെ നന്മകൾ അധികമായി മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കാണ് ഇന്ന് സമൂഹത്തിൽ സ്ഥാനമുള്ളത്. ഇവിടെ അതിനെ സംഭവിച്ചത് പണിതുകൊണ്ടുന്ന റോഡ് അനേക നാളുകളിലെ മനുഷ്യൻ്റെ നിലവിളിയാണ് റോഡ് വീതി കൂട്ടി കിട്ടുക എന്നുള്ളത്. അത് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് അതിന് ഫണ്ട് അനുവദിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായിരുന്നു. കാരണം നമുക്കറിയാം യാത്ര ചെയ്യുന്ന മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. പക്ഷെ ഇപ്പോൾ അത് നിയമം കൊണ്ട് അത് അടച്ചു വെച്ചു, പണിയാൻ പാടില്ല അവിടെ. പക്ഷേ ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ ഭൂമി, ഈ വനം, ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവം നമുക്ക് ഉണ്ട്, മുകളിലുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം ആ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എന്തിനാ ദൈവം സൃഷ്ടിച്ചത്? ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കഥാ പറഞ്ഞു, നീ ഇത് കീഴടക്കാനാണ് പറഞ്ഞത്, എല്ലാം നിനക്ക് അനുഭവിക്കാനുള്ളതാണ്. ഭൂമി നിനക്ക് അനുഭവിക്കണം, നീ കൃഷി ചെയ്യണം ഭൂമിയിൽ. ഞാൻ ചോദിക്കട്ടെ, ഭൂമിക്കടിയിൽ ഇരിക്കുന്ന കൽക്കരിയുണ്ട്, എത്രയോ വടക്കേ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ, ആഫ്രിക്കയിലൊക്കെ ഇഷ്ടംപോലെ കൽക്കരി ഖനികൾ. ഈ പരിസ്ഥിതിയുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അത് ഖനിയിൽ നിന്ന് ഈ കൽക്കരി എടുക്കാതിരിക്കുന്നുണ്ടോ? ഇന്ന് മിഡിൽ ഈസ്റ്റിലൊക്കെ എവിടെയും ഓയിലുണ്ട്. അവരത് ഓയിലെടുത്ത് അവർ സമ്പന്നന്മാരെ, കോടീശ്വരന്മാരെ മാറിയല്ലേ ഗൾഫ് രാജ്യങ്ങളൊക്കെയും. എന്തിനു വേണം, കടലിൽ പോലും പോയി, പുറംകടലിൽ പോയി അവിടെ കടലിനടിയിൽ ആഴത്തിൽ കൊടുക്കുന്ന എണ്ണ അടിയിൽ, വെള്ളത്തിലെല്ലാം ഭൂമിക്കടിയിൽ നിന്നും തുറന്ന് അവിടെ ഡ്രില്ല് ചെയ്ത് അവിടെ എണ്ണ എടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യക്കും ഉണ്ട്, കടലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിന്? ദൈവം മനുഷ്യന് വേണ്ടി ഭൂമിയിൽ നിക്ഷേപിച്ച് വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് അവയെല്ലാം. ഇത് മനുഷ്യനെ അനുഭവിക്കേണ്ടതാണോ? മനുഷ്യൻ അനുഭവിക്കുകയാണത്. പക്ഷെ ഒരു റോഡ് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഭയങ്കര പ്രശ്നമായിട്ട് മാറി. മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഒരു റോഡ് അവിടെ ആരും അതിക്രമിച്ച് കയറിയിട്ടില്ല. ഇത്രമാത്രം കൃത്യമായ നീളവും വീതിയൊക്കെ റോഡിന് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ആ റോഡ് പണിത് വരെ. പക്ഷെ അത് നിർത്തിവെപ്പിച്ചെന്നുള്ളത് ഏറ്റവും വലിയ പൈശാചിക പ്രവൃത്തിയാണ്. അതിനെതിരെയാണ് സ്പിഡൻഷ്യസ് ഇപ്പോൾ ഈ ശുശ്രൂഷ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പൈശാചി ശക്തിയെ കീഴ്പ്പെടുത്തി പറിച്ചു കളഞ്ഞുകൊണ്ട് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. പ്രഭാത ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസിയുടെ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച ഭൂമി മനുഷ്യൻ അനുഭവിക്കണം. പക്ഷെ അത് പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടാകരുത് മാത്രം. ഈ അടുത്ത കാലത്ത് ഒരു ധ്യാനം നടത്തപ്പെട്ട ഒരു ശുശ്രൂഷ നടത്തപ്പെട്ട ഒരു പള്ളിയിൽ, ബോംബെയിലാണ്, ബോംബെ മഹാനഗരത്തിൻ്റെ ഒരു സൈഡിൽ കടൽത്തീരത്താണ്, ഉത്തൻ എന്ന സ്ഥലമാണത്. അവിടേക്ക് പോകുന്ന വഴിയിൽ ഞാനൊരു ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടൗണെല്ലാം വിട്ട് ഒരു ഗ്രാമപ്രദേശമാണത്. പക്ഷെ അത് മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ് താനും, ഈ ബോംബെ കോർപ്പറേഷൻ്റെ കീഴിൽ വരുന്ന മുനിസിപ്പാലിറ്റി കീഴിലാണ് പ്രദേശം വരിക. പോകുന്ന വഴി ഞാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം കയറി കിടക്കുന്ന സ്ഥലം പിന്നെ കാണുന്ന മുഴുവൻ വലിയ പർവ്വതങ്ങളാണ്. ഒരു പഹാടെന്ന് പറഞ്ഞ പർവ്വതങ്ങൾ, വലിയ വലിയ മലകളാണ്. അവിടെയൊക്കെ ഏക്കറിൻ്റെ സ്ഥലമാണ് പാറ വെട്ടി എടുത്തിരിക്കുക. പണ്ട് കാലത്ത് ചെയ്തതാണ്, ഇപ്പം ചെയ്തതല്ല, പാറ വെട്ടി എടുത്ത്. പക്ഷെ അതിൽ മുഴുവൻ വലിയ കുന്നുകളും മലകളുമാണ്. അവിടെ അതിനകത്ത് മനുഷ്യർ ജീവിക്കുന്നു, അതിലൂടെയാണ് റോഡ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഉത്തൻ എന്ന സ്ഥലം, അത് മുഴുവനും മുക്കുവന്മാരാണ്, മീൻപിടുത്തക്കാരാണ് ആ പ്രദേശം മുഴുവൻ. അവിടെയാണ് നമ്മുടെ ശുശ്രൂഷ. അപ്പോൾ മനുഷ്യന് വേണ്ടി ദൈവം അനുഭവിക്കാൻ വേണ്ടി കൊടുത്തത്. പക്ഷേ ചില സ്ഥലത്തൊക്കെ മനുഷ്യർ കൊള്ളയടിച്ചു എന്നുള്ളത് ശരിയാണ്, തെറ്റായ രീതി ഉപയോഗിച്ചു, പരിസ്ഥിതി ആക്കാതെ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചു. ഇവിടെയൊക്കെ നമ്മുടെ ഈ മൂന്നാർ പ്രദേശങ്ങളിലൊക്കെ വലിയ 8ഉം 10ഉം നിലയുള്ള കെട്ടിടമൊക്കെ ഉണ്ടാക്കി വെച്ചു. ഒക്കെ വലിയ തിന്മയായിപ്പോയി. കാരണം ഇവിടുത്തെ ഈ മണ്ണിൽ ഉറപ്പില്ലാത്ത മണ്ണിൽ ഇങ്ങനെ കെട്ടിടം ഉണ്ടാക്കി വെച്ച ദുരന്തങ്ങൾക്ക് ഇന്ന് ലോകത്തിൻ്റെ ഇടങ്ങളിൽ പലയിടത്തും കാരണമാവുകയാണ്. ഈ കഴിഞ്ഞ ദിവസം കണ്ടതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ മണാലിയിൽ വെള്ളം വന്ന് എത്രയോ കെട്ടിടങ്ങളാണ് ഒലിച്ചുകൊണ്ട് പോയത്. വലിയ വലിയ നിലക്കെട്ടിടങ്ങളാണ്. പക്ഷെ വെള്ളം കൊണ്ടുപോയതല്ല. അപ്പോൾ ദുരന്തങ്ങൾ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ കാരണം ഈ പരിസ്ഥിതിയിൽ വരുന്ന വ്യത്യാസം കൊണ്ടല്ല സംഭവിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചിരുന്നെങ്കിൽ ആ ദൈവം ഒരു തിന്മയ്ക്കും ആരെയും വിട്ടുകൊടുക്കുമായിരുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമായിരുന്നുവോ? മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് വിശുദ്ധമായി ജീവിച്ചിരുന്നെങ്കിൽ, വചനപ്രകാരം ജീവിച്ചിരുന്നെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്,
ഈ പരിസ്ഥിതി വ്യതിയാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും മൂലം ഈ പ്രപഞ്ചത്തിൽ വന്നുപോയ പൈശാചിക സ്വാധീനങ്ങൾ മൂലമാണ് ഇന്ന് ഈ ദുരന്തമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ള വചനമാണ് റോമ 8:19 വചനം. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നിട്ട് പറയാം, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ പ്രപഞ്ചം നിലവിളിക്കുകയാണ്. ഒരു മനുഷ്യൻ തൻ്റെ മനസാന്തരത്തിന് സംഭവിക്കൊണ്ട് പ്രപഞ്ചം കാത്തു നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നു താൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, താൻ ദൈവത്തെ പോലെ ജീവിക്കണം, വിശുദ്ധമായിട്ട് ജീവിക്കണം എന്ന അറിവുണ്ടാകാൻ വേണ്ടി പ്രപഞ്ചം കാത്തു നിന്നു ഇത്രയും കാലം. ഇപ്പോൾ അത് ദുരിതങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. അസാധാരണ എൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ദൈവം മനുഷ്യനെ അനുഭവിക്കാൻ വേണ്ടി കൊടുത്ത ഭൂമി, അത് മനുഷ്യൻ രണ്ട് കാരണം. ഒന്നാമത് തെറ്റായ രീതിയിൽ അത് വിനിമയം ചെയ്തിട്ടുണ്ട്. രണ്ട്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പാപം, അവൻ്റെ അതിക്രമങ്ങൾ മൂലം ഭൂമി ദുഷിച്ചു പോയിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ദൈവം ഈ ദേശവാസികൾക്ക് കൊടുത്ത ഈ റോഡ്, ഇതിൻ്റെ മേൽ പിശാച് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ അവകാശവാദങ്ങൾ, അത് ശരിക്കും ഒരു പൈശാചിക വാദമാണ്, പിശാചിൻ്റെ ആണത്. ഇന്ന് ഞങ്ങൾ വന്ന വഴിക്ക് ബ്ലോക്കിൽ ജമാൽ ചൊല്ലിക്കൊണ്ടാണ് വന്നത്. പക്ഷെ മനസ്സിലായി, ശക്തമായി പ്രാർത്ഥിക്കണം. ശക്തമായി പ്രാർത്ഥിക്കാൻ ഒരു തരത്തിൽ 1 മണിക്കൂർ വണ്ടി നീങ്ങുന്നില്ല. ശക്തമായിട്ട് തന്നെ ജമാൽ ഉറക്കച്ചോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു വ്യത്യാസം വന്ന് പിന്നീട് വണ്ടിയൊക്കെ മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു, ഓർമ്മപ്പെടുത്തുകയായിരുന്നു. യുദ്ധം ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണ്, റോഡിന് വേണ്ടിയിട്ടാണ്. അത്രയും മണിക്കൂർ ആ റോഡിൽ കിടക്കേണ്ടി വന്നു. ഇതാ പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായി ജമാൽ ചൊല്ലിയപ്പോൾ ആ തടസ്സങ്ങളെ ദൈവം മാറ്റി വഴികൾ തുറന്നു തന്നു. ഇവിടെയും നമ്മൾ പറയുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ വിഷയം ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ദൈവം തകർത്ത് തരിപ്പണമാക്കി കളയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമുക്ക് നൽകപ്പെട്ട അഭിഷേകത്തിൻ്റെ അധികാരം വളരെ വലുതാണ്. നിങ്ങൾക്കാണ് ഈ അടിമാലിയിൽ ഇവിടെ പഠിച്ച ഒരു പെൺകുട്ടി ഇവിടെ ദൈവത്തെ ധ്യാനത്തിന് ഇടയ്ക്കെല്ലാം സഹായിക്കാൻ വരുമായിരുന്നു. അവരുടെ ഏതോ സ്കൂൾ അല്ലെങ്കിൽ ഏതോ ട്യൂട്ടോറിയൽ കൂടെ അങ്ങനെ പഠിച്ചിരുന്നത്, പാർലക്കുള്ളിൽ പഠിക്കുകയായിരുന്നു. ഇവിടെ ദിവസം എന്നെ വിളിച്ച് പറയാണ്, ഞാൻ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ ബസ് ഇറങ്ങിയിട്ട് നടന്നു പോകുന്ന വഴിയിൽ ഒത്തിരിയേറെ ഓട്ടോക്കാരും ടാക്സിയും കിടപ്പുണ്ട്. റോഡിൽ നിന്നമാർ ഭയങ്കര കമൻ്റടിയാണ്, കരഞ്ഞുണ്ടാവും. എനിക്ക് പഠിക്കണ്ട, ഞാൻ പോകുന്നില്ല, എല്ലാ ദിവസവും ഇതാണ്, എനിക്കോട്ട് പറ്റില്ല, താങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അത് എത്രയോ വർഷം മുമ്പാണ്. അന്ന് നീ തന്നെ ഭയപ്പെടുന്നത്, നീ ഒരു പിടിച്ചതല്ലേ, ഒരു തിന്മയ്ക്ക് എഴുന്നേൽ ഇടമില്ല. ഇപ്പോൾ തന്നെ ഞാൻ ബന്ധിച്ച് പ്രാർത്ഥിച്ചു അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആ മനുഷ്യരെ. അതിനുശേഷം ആ മകളോട് പറഞ്ഞു, പിന്നെ ഒരിക്കൽ പോലും ഒരുവൻ പോലും അവൾക്കൊരു കമൻറ്റ് പറഞ്ഞിട്ടില്ല ഇവിടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഈ അധികാരത്തിൻ്റെ ശക്തി, ബന്ധിക്കുന്ന ശക്തി അത്ര വലുതാണ് വാസ്തവത്തിൽ. ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ, ഒരു സമൂഹത്തിൻ്റെ ആവശ്യങ്ങളിൽ ഒക്കെയൊക്കെ ദൈവം ഇറങ്ങി വരുന്നു സ്വീഡിഷ് അഭിഷേകത്തിലൂടെ. ഹല്ലേലൂയ. നമ്മുടെ ഈ കുരിശിൻ്റെ പ്രശ്നം ഉണ്ടായ കാലഘട്ടങ്ങളിൽ, ഏത് വർഷമായി, 2019 2017 അതിനുശേഷമാണ് പ്രളയം ഉണ്ടായത്. ഓക്കെ, ആ കുരിശിൻ്റെ പ്രശ്നം കഴിഞ്ഞ് ഈ ജാമ്യം കിട്ടുന്നില്ലായിരുന്നു. മെയ് മാസത്തിൽ അവസാനം ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. അപ്പം ശാന്തമ്പാറ സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് എന്നോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഞാൻ ആ സ്റ്റേഷൻ ചെന്നപ്പോഴത്തേക്കും അവിടുന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ ദേവുളത്ത് വരണം, സർക്കിളിന് മുമ്പ് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ സർക്കിളിനെ കാണാൻ വേണ്ടി സർക്കിൾ ഓഫീസിലേക്ക് പോകുമ്പോൾ സത്യം ഞാൻ ഓർക്കുകയാണ്, ആ തേയിലത്തോട്ടത്തുള്ള വണ്ടിയിൽ പോവുകയാണ്. ശാന്തമ്പാറയെല്ലാം കഴിഞ്ഞ് ആനയിറങ്ങൽ ഡാം കഴിഞ്ഞ് വരുമ്പം ഞാൻ സൂര്യനിലേക്ക് നോക്കാൻ പോലും എനിക്ക് വയ്യ. കാരണം അവിടെ കണ്ടാൽ നമുക്ക് കത്താനം മല കാണാം, ദേശം കാണാം. പക്ഷെ അങ്ങോട്ട് നോക്കാൻ പോലും എനിക്ക് സാധിക്കുമല്ലോ. എത്രമാത്രം ഹൃദയം തകർന്നു പോയിരുന്നു. വലിയൊരു വലിയൊരു വേദന. കാരണം ആ പ്രശ്നങ്ങളുണ്ടായ തകർച്ച വളരെ വലുതായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അങ്ങോട്ട് നോക്കാൻ ഞാൻ കണ്ണടച്ചിരുന്നു. ആ പ്രദേശം കടന്നു പോകുന്നവരെ, ആ പൗരോസം പറഞ്ഞ സ്ഥലം കടന്നു പോകുന്നവരെ. ഇവിടുത്തെ വന്നു, സർക്കിളിന് മുമ്പിൽ ചെന്നു. അപ്പോൾ എല്ലാ മാസം വന്നോട് ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് പോവുകയാണ്. പോകുമ്പോൾ മൂന്നാർ വരുമ്പോൾ അവിടെ ഒരു സ്വിഡിഷുകാരനുണ്ട്, ഒരു ടോമിച്ച് എന്ന് പറഞ്ഞൊരു മകൻ, വല്ലതും അറിയുന്നതായിരിക്കാം. ഞാൻ വരുമ്പോൾ അദ്ദേഹത്തെ ഞാൻ വിളിച്ചു. എന്തെങ്കിലും ഇതിനെ വിളിച്ചെങ്കിൽ അറിഞ്ഞുകൂടാ, അതോ അദ്ദേഹം എന്നെ വിളിച്ചാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ മൂന്നാറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ സഹോദര കാര്യം ചോദിച്ചു, വെറുതെ നമുക്കൊരു പ്രാർത്ഥന വെക്കണം ഇവിടെ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനില്ല, സൂര്യനിലേക്കാൻ ഇല്ല എന്ന് പറഞ്ഞു. ഇല്ല, സൂര്യനിലേക്ക് വെക്കണ്ട, ഇവിടെ മൂന്നാറിൽ വെക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനൊക്കെ ആലോചിക്കാം.
അപ്പോൾ അടുത്ത പ്രാവശ്യം ഈ സ്റ്റേഷനിൽ ഒപ്പിടാൻ വേണ്ടി ഞാൻ വരണം, ആ സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു. നമുക്കൊരു പ്രോഗ്രാം അങ്ങനെ വന്ന് മൂന്നാർ പഞ്ചായത്ത് ഹാളിൽ ഒരു പ്രാർത്ഥന വെച്ചു. ഇടുക്കിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരൊക്കെ ഉണ്ടായിരുന്നു? കുറച്ച് പേരുണ്ടായിരുന്നു. 100 പേരുണ്ടായിരുന്നു പ്രാർത്ഥനയ്ക്ക്, അല്ലേ? അല്ല, കുറച്ച് പേരായിരുന്നു. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തുകൊണ്ട് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ നിന്ന് ആരാധിക്കുകയാണ്, സ്തുതിയാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഒരു കാര്യം ഞാൻ അനുഭവിക്കുകയാണ്. ഒരു വലിയ ചുഴലിക്കൊടുങ്കാറ്റ് പോലെ ഭയങ്കര കറങ്ങി ഒരു കൊടുങ്കാറ്റ് പോലെ ചുഴലിക്കാറ്റ് ഇങ്ങനെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വന്ന് ഇറങ്ങിയത് അത് ദേവികുളത്താണ് വന്നിറങ്ങിയത്. ഞാൻ പ്രാർത്ഥിക്കുന്നത് മൂന്നാർ ടൗണിലാണ്. ഇത് വന്നിറങ്ങിയത് ദേവികുളത്താണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്താ ദേവികുളത്തോ ഇങ്ങനെ ഈ അഭിഷേകം പോയി ഇറങ്ങിയ കാരണം മനസ്സിലായില്ല. അത് ആ പ്രാർത്ഥന കഴിഞ്ഞു. 3ാമത്തെ ദിവസം വാർത്ത വരികയാണ്, ദേവികുളം സബ് കളക്ടറായിരുന്ന വെങ്കിട്ടരാമനെ സ്ഥലം മാറ്റി. അന്നത് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വലിയ സമ്മർദ്ദമുണ്ടായി. ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൻ്റെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദമുണ്ടായി. CPI-ക്കാർ പറഞ്ഞ് പറ്റില്ല, മന്ത്രി ഉൾപ്പെടെ പറഞ്ഞ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ വലിയൊരു അവർ തമ്മിൽ ഭയങ്കര തർക്കമായിരുന്നു. അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന് CPI-യുടെ അന്നത്തെ ചന്ദ്രശേഖരൻ മറ്റൊന്ന് മന്ത്രി വിചാരിക്കുന്നു. CPI-യുടെ മന്ത്രി, റവന്യൂ മന്ത്രി മാറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് 3ാമത്തെ ദിവസമാണ് ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ട് മന്ത്രി തന്നെ പറയുകയാണ് വെങ്കിട്ടരാമനെ സ്ഥലം മാറ്റിയെന്ന്. ഹല്ലേലൂയ. അപ്പോഴേ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി, ദൈവമേ, ഇതായിരുന്നു കർത്താവ് പ്രവർത്തിച്ച പ്രവൃത്തി, അഭിഷേകം ചെയ്ത പ്രവൃത്തി ഇതായിരുന്നു. ആ മനുഷ്യനെ അവിടുന്ന് പറിച്ച് ദൂരെ കളഞ്ഞെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കണം, ദൈവത്തിൻ്റെ ശക്തി ഒരു മനുഷ്യർക്കല്ല ഒരു ഭീതികരണമായി മാറിയിരുന്നു. കാരണം വെങ്കിട്ടരാമൻ കുരിശ് തറക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ആ മനുഷ്യനാണ്. അപ്പോൾ അതൊരു ഭീതികരണ കാരണമായി മാറിയിരുന്നു. പല പ്രശ്നം മനുഷ്യനോടെ ഉണ്ടാക്കി. എൻ്റെ കുടുംബങ്ങൾ സഹോദരങ്ങൾക്കെതിരായിട്ട് ഒത്തിരി പ്രശ്നം മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും മേലെ അവിടെ മാറ്റാൻ പറ്റില്ലായിരുന്നു. അവിടെയാണ് കർത്താവ് ഇറങ്ങി വന്ന് പറിച്ചു കളഞ്ഞത്. ഹല്ലേലൂയ. പിഴുതെറിയാനുള്ള കർത്താവിൻ്റെ അധികാരം, വചനത്തിൻ്റെ അധികാരം, അഭിഷേകത്തിൻ്റെ അധികാരം, ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്തിനേയും ഏത് പ്രശ്നങ്ങളെയും, ഈ പ്രശ്നം പോലും, ഈ ഒരു സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒത്തിരി സമരങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലേ? ഒത്തിരിയേറെ സമരങ്ങൾ, ഈ റോഡ് പ്രശ്നം തീർക്കാൻ വേണ്ടി ജനങ്ങൾ ഇറങ്ങി ഒത്തിരി സമരം നടത്തി, റോഡ് തടസ്സപ്പെടുത്തി, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നടത്തിയത് മാത്രം. ഇത് ഈ കോടതി ഈ ഉത്തരവിനെ പിഴുതുമാറ്റി തകിടം മറിച്ച് ഒരു പുതിയ ഉത്തരവ് ഇവിടെ കൊണ്ടുവരണം. ഹല്ലേലൂയ. അത് അനുകൂലമായിട്ട് ഉത്തരവ് കൊണ്ടുവരാൻ സാധിക്കുന്നത് അത് ഫിഡിസിന് മാത്രമാണെന്നുള്ള അറിവാണ് ഈ ഒരു പ്രാർത്ഥന സംഘടിപ്പിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അപ്രകാരമുള്ള വലിയൊരു മഹത്വത്തെ നമുക്ക് നൽകിയിരിക്കുന്നത്. എനിക്കിതിനെക്കുറിച്ച് ഒരു അണുപിട പോലും ഈ ശുശ്രൂഷ മനസ്സിലായി കർത്താവ് പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം വെറുതെ എന്നെ കൊണ്ട് എടുപ്പിക്കത്തില്ല. ഇതൊരു യുദ്ധമാണ്. ഈ യുദ്ധം ദൈവമാണ് ജയിപ്പിച്ചു തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഇത് നമ്മൾ കുറച്ചു പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ ഈ ദേശത്ത് ആരും വന്നിട്ടില്ല. അടിമലക്കാരും മറ്റുള്ള ആരും ഇല്ല. ഉള്ളി നമ്മുടെ ബ്രിട്ടീഷുകാരെ മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? കൂടെ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നാട്ടുകാർ ആരുമില്ല. എല്ലാവരും നമ്മുടെ ആൾക്കാർ മാത്രമാണ്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ കർത്താവിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. ഈ നാടിന് ആവശ്യമുള്ള അനുഗ്രഹമാണ്. ആ സ്റ്റേ പിൻവലിക്കപ്പെട്ട് ഈ റോഡ് പണി പൂർത്തീകരിക്കപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ഇവിടെ ഈശോ പറയാണ്, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് പതിക്കുകയെന്ന് പറയുകയും താൻ പറയുന്ന പോലെ സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. എന്നിട്ട് പറയാം വചനം, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്നും മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റിരിക്കാം. നമ്മുടെ വെറുതെ എഴുത്തി പിടിച്ചുകൊണ്ട് നമ്മൾ കൽപ്പിക്കാൻ പോവുകയാണ്. ഇത് മനുഷ്യനെ നാശമുണ്ടാക്കുന്ന അത്തരം വിധികളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടു പോകട്ടെ. മനുഷ്യനെ സഹായിക്കുന്ന, മനുഷ്യന് അനുഗ്രഹം നൽകുന്ന നല്ല വിധികൾ കോടതിയിൽ നടപ്പിലാക്കട്ടെ. കോടതിയിലെ ജഡ്ജിമാരുടെ മേൽ, ഹൈക്കോടതിയുടെ മേൽ, എല്ലാ ജഡ്ജിമാരുടെ മേൽ, എല്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മേൽ, എല്ലാ വക്കീലന്മാരുടെ മേൽ
കർത്താവെ അവിടുത്തെ അഗ്നി ഇറങ്ങി ചെല്ലട്ടെ ദൈവമേ. കോടതികളും ഗവൺമെൻറ്റും മനുഷ്യനെ സേവിക്കേണ്ടവരാണ്, മനുഷ്യന് വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോഴും അവിടെ മനുഷ്യർക്ക് ഇത് ദ്രോഹം ചെയ്യുമോ, ഇവർക്ക് പ്രയോജനപ്രദമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരവസ്ഥ ജഡ്ജിമാർക്ക് ഉണ്ടാകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ കടന്നു ചെല്ലട്ടെ. കർത്താവിൻ്റെ അഭിഷേകം അവരിലേക്ക് കടന്നു ചെന്ന് അവരുടെ മനസ്സുകളെ മാറ്റട്ടെ, അവരുടെ ഹൃദയങ്ങളെ മാറട്ടെ, അവർ രൂപാന്തരപ്പെടട്ടെ. എതിർ വാഗ്വാദങ്ങളൊക്കെ ബന്ധിക്കുന്നു, അതിനൊക്കെ റദ്ദ് ചെയ്യുന്നു. അതെല്ലാം അഴിഞ്ഞു പോകട്ടെ, അതെല്ലാം നിർവീര്യമായി പോകട്ടെ. ഈ റോഡ് ജനത്തിന് ആവശ്യമായതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ വിധി പുറപ്പെടട്ടെ. അത് സ്പിഡിസസ് കൽപ്പിക്കുന്നു. അധികാരങ്ങൾ കീഴടങ്ങട്ടെ, അധികാരികൾ കീഴടങ്ങട്ടെ. ഉന്നതത്തിലും പിതാവിൽ നിന്നും പുറപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് ജഡ്ജിമാരെ സ്വതന്ത്രരാക്കട്ടെ. അവരെ കെട്ടിയിട്ട് നിലക്കെട്ടും അഴിഞ്ഞു പോകട്ടെ. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വിധികൾ കോടതിയിൽ ഉണ്ടാകട്ടെ. എല്ലാ കോടതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും ഡിവിഷൻ ബെഞ്ചിനെയും എല്ലാ മജിസ്ട്രേറ്റ് കോടതികളെ ദൈവം നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ കോടതികളും ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ എല്ലാം ദൈവത്തിൻ്റെ നീതി നടപ്പിലാകട്ടെ. ജഡ്ജിമാരെ ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കട്ടെ. ഒരു സ്ത്രീക്കെതിരായി 2 ജഡ്ജിമാരെ കുറ്റം ആരോപിച്ച്, സൂസൻ എന്ന സ്ത്രീക്കെതിരെ കുറ്റം ആരോപിച്ച് നിരപരാധിനിയെ അവർ കൊല്ലാൻ വിധിച്ചപ്പോൾ അവൾ നിലവിളിച്ചു, അത്യുന്നതനായ ദൈവമേ, ഇവർ ആരോപിക്കുന്ന ഒരു കുറ്റം ഞാൻ ചെയ്തിട്ടില്ലെന്ന് അവിടെ നിന്ന് അറിയുന്നുവല്ലോ. ഒറ്റ നിമിഷത്തിൽ ദൈവത്തിൻ്റെ അഗ്നി ശക്തിയോടെ ഇറങ്ങി പോന്നു, ദൈവത്തിൻ്റെ കോടതിയോടെ ഇറങ്ങി പോന്നു ദാനിയേൽ എന്ന യുവാവിൻ്റെ മേൽ. ആ ദാനിയേലിലൂടെ കർത്താവ് ദൈവം 2 ശ്രേഷ്ഠന്മാർക്കെതിരായി വാദം നിരത്തി. ആ 2 പേരും നുണ പറഞ്ഞു തെളിയിച്ച് ശോസനയ്ക്ക് വെച്ച ശിക്ഷ അവർ കൊടുത്തു. 2 പേരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. ദൈവത്തിൻ്റെ കോടതിയാണത്, ദൈവത്തിൻ്റെ കോടതിയാണ് അവിടെ ഇറങ്ങി വന്നത്. ആ കോടതികൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഈ തലമുറയിൽ ഈ നാളുകളിൽ കർത്താവിൻ്റെ നീതി നടപ്പിലാകണം. കർത്താവേ, മനുഷ്യൻ്റെ മേൽ കരുണയുള്ള കർത്താവിൻ്റെ നീതി, എല്ലാത്തിനും ഉപരിയായ ദൈവത്തിൻ്റെ നീതി ഇവിടെ നടപ്പിലാകട്ടെ. എല്ലാ കോടതികളുടെ മേൽ, എല്ലാ ജഡ്ജിമാരുടെ മേൽ, എല്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മേൽ, എല്ലാ വക്കീലന്മാരുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലട്ടെ. എല്ലാ തരത്തിലുള്ള പകയുടെ, പ്രതികാരത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, ലോകമോഹങ്ങളുടെ, ജഡമോഹത്തിൻ്റെ, സമ്പത്തിൻ്റെ, അഴിമതി കൈക്കുള്ള എല്ലാ തരം ദുരാത്മാക്കളെ ബന്ധിക്കുന്നു. എല്ലാം കീഴടങ്ങി വിട്ടു മാറട്ടെ. തന്നെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രുതിക്കുന്നു ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം, നന്ദി അങ്ങേക്കും മഹത്വം, ആരാധന. ശ്രുതിക്കുന്നു നന്ദി, സ്തോത്രം അങ്ങേക്കും മഹത്വം. യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഗ്ലോറി, ആരാധന. ഹല്ലേലൂയ, സ്തോത്രം. സ്പിഡിസസ് നാമം കേരള ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജിമാരുടെ മേൽ മുദ്രിതമായിരിക്കട്ടെ. സ്പിഡിസിൻ്റെ അഭിഷേകം, അധികാരവും ഹൈക്കോടതിയുടെ മേൽ മുദ്രിതമായിരിക്കട്ടെ. സകല ജഡ്ജിമാരുടെ മേൽ, സകല പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ മേൽ, മറ്റെല്ലാ വക്കീലന്മാരുടെ മേൽ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ശക്തി, അധികാരത്തിന് ദണ്ടിറങ്ങി അവരെയൊക്കെ കീഴ്പ്പെടുത്തുമാറാകട്ടെ. ദൈവത്തിൻ്റെ നീതി നടപ്പിലാകട്ടെ. ദൈവമേ, മനുഷ്യർക്ക് ദൈവത്തിൻ്റെ നീതി ലഭിക്കട്ടെ. കർത്താവ്, ദൈവരാജ്യം എന്നാൽ നീതി, സമാധാനം, പരിശുദ്ധാത്മ ആനന്ദവുമാണെന്ന് വാഗ്ദാനം നൽകിയ കർത്താവിൻ്റെ നീതി, ദൈവനീതി ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റോഡ് പ്രശ്നത്തിൽ ദൈവനീതി നടപ്പിലാക്കി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റെല്ലാ തരത്തിലും അനീതിപരമായ എല്ലാ നടപടികളെയും ബന്ധിച്ചുകൊണ്ട് റദ്ദ് ചെയ്തുകൊണ്ട് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഗ്ലോറി. സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം അങ്ങേക്കും മഹത്വം. സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകുന്നു. കർത്താവ്, ഈ റോഡ് പണിക്കെതിരെ ഉള്ള എല്ലാ എതിർകക്ഷികളെ എല്ലാ വാദങ്ങളെയും ബന്ധിച്ചുകൊണ്ട് അതെല്ലാം അഴിഞ്ഞു പോകട്ടെ, അതിനൊന്നും പ്രസക്തിയില്ലാതായി പോകട്ടെ. അവർ കൊണ്ടുവന്ന എല്ലാ എതിർവാദങ്ങൾ അഴിഞ്ഞു പോകട്ടെ, നിർവീര്യമായി പോകട്ടെ. അതിന് കർത്താവിൻ്റെ നാമത്തിൽ മുദ്ര വെച്ചിരിക്കുന്നു, നിർവീര്യം എന്നേക്കുമായി അടഞ്ഞു പോകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. അവേ മരിയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ വീണ്ടും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. സ്തോത്രം, നന്ദി അങ്ങേക്കും മഹത്വം, ആരാധന.
ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാകും. ഇവകളും ശിരസിൽ വയ്ക്കാം, ഞങ്ങൾ അടയ്ക്കാം. കർത്താവിൻ്റെ അഭിഷേകം എന്നുമെന്നും നിങ്ങൾ ഓരോരുത്തരെയും കരുത്തരാക്കട്ടെ, ധീരന്മാരാക്കട്ടെ, ശക്തന്മാരാക്കട്ടെ. ഏത് ശത്രുവിനെയും കീഴ്പ്പെടുത്താനുള്ള, ജയിക്കാനുള്ള ശക്തി, അധികാരം ദാവീദിന്റെ മേൽ കർത്താവ് കൊടുത്ത യുദ്ധം ചെയ്യാനുള്ള അധികാരം, ധൈര്യം, ശക്തി, യുദ്ധവീരനായ ദാവീദിന്റെ അഭിഷേകത്തിന്റെ ശക്തി കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്പിഡൻ ജീസസ് ഏറ്റുപറയും ദൈവമേ, ഞങ്ങളെല്ലാം വിളിക്കപ്പെട്ട, യുദ്ധം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്. ആ ശക്തിയും ധൈര്യവും കരുത്തും ഞങ്ങളുടെ ആത്മാവിൽ പകരണമേ. ഹൃദയങ്ങളെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടട്ടെ, ധൈര്യം ഉണ്ടാകട്ടെ, എല്ലാ അവിശ്വാസങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ ഭയം വിട്ടുപോകട്ടെ, എല്ലാ സംശയം വിട്ടു മാറട്ടെ. തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, നന്ദി, ആരാധന, സ്തോത്രം അങ്ങേക്കും മഹത്വം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹീതയാവും, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹീതനാകും. പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അധികാരവും ശക്തിയും ഭരണവും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നിറവും നേതൃത്വവും നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. പെസഹനിയാമരുതിൻ്റെ പരിശുദ്ധമായ നാമത്തിൻ്റെ അധികാരവും ശക്തിയും സംരക്ഷണവും എപ്പോഴും എന്നും നിങ്ങൾ കൂടി ഉണ്ടായിരിക്കട്ടെ. അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. അവേ മരിയ. നമ്മുടെ കരങ്ങൾ അടിച്ചു ശേഷം നന്ദി പറയാം. ഹല്ലേലൂയ.